Good morning. Next we discuss about the classification of data types. നമ്മൾ പറഞ്ഞു 4 categories of data types. അങ്ങനെയാണ് ക്ലാസിഫൈ അതിൽ ഒരെണ്ണമാണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ പ്രിലിമിനറി, പ്രൈമറി, ബേസിക് ഡാറ്റ ടൈപ്സ്. ഈ ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് 4 അല്ലെങ്കിൽ 5 ആയിട്ട് ഇൻറ്റു ഫ്ലോട്ട്, ഡബിൾ, കെയർ ആൻഡ് വോയിഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓരോരുത്തരുടെയും റേഞ്ച്, കീവേഡ്, മെമ്മറി, സ്പേസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആക്ച്വലി 4 ക്ലാസിഫിക്കേഷനിൽ ഒരെണ്ണം മാത്രമേ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ക്ലാസ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അതിന്റെ ഇടയിലാണ് കോൺസ്റ്റന്റ് ഒക്കെ പഠിച്ചത് കേട്ടോ. വേരിയബിളിന്റെ ഡിക്ലറേഷൻ എങ്ങനെയൊക്കെയാണ് ബേസിക്കില്, അതിന് വെച്ചിട്ട് എങ്ങനെ ഡിക്ലെയർ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് യൂസർ ഡിഫൈൻഡ്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ്. ആൾറെഡി ഉള്ളവർക്ക് പുതിയ പേര് കൊടുക്കുക അല്ലെങ്കിൽ യൂസറായിട്ട് ഉണ്ടാക്കുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സും ചില സമയങ്ങളിൽ യൂസർ ഡിഫൈൻ ചെയ്യുന്നതായതുകൊണ്ട് ഈ ഒരു അണ്ടറിലേക്കും വരും. ഇല്ലെങ്കിൽ നോർമലി ഇവിടെ 2 ടൈപ്പാണ് ഉള്ളത്, ടൈപ്പ് ഡെഫും എന്യൂമും. സോ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സി സപ്പോർട്ട് എ ഫീച്ചർ നോൺ ആസ് എ ടൈപ്പ് ഡെഫ് that allow user to define an identifier that would represent an existing data type. അതായത് ഒരു റീനെയിം ചെയ്യുന്ന സ്വഭാവമാണ് ടൈപ്പ് ഡെഫ് എന്ന കീവേഡിന് ഉള്ളത്. അതായത് ആ കീവേഡ് യൂസ് ചെയ്തിട്ട് ആൾറെഡി ഉള്ള ഒരു ഡാറ്റ ടൈപ്പിനെ, അത് ബേസിക് ഡാറ്റ ടൈപ്സ് ആവാം, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആവാം, അതായത് അരേ, ഫങ്ഷൻ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആവാം, അവർക്കൊരു നെയിം ചേഞ്ച് കൊടുക്കുക. അതാണ് ടൈപ്പ് ഡെഫ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ നോൺ ആസ് യൂസർ ഡിഫൈൻഡ്. ടൈപ്പ് നെയിം ചേഞ്ച് ആരാ കൊടുക്കുന്നത്? യൂസർ ആയതുകൊണ്ട് ഇതിനെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. That is, anyone that defined by user is known as user defined items. യൂസർ ഉണ്ടാക്കിയാൽ അത് യൂസർ ഡിഫൈൻഡ് ഐറ്റംസ് ആണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ടൈപ്പ് ഡെഫിന്റെ സിൻടാക്സ് ആണ്, അടുത്ത സിൻടാക്സ് ആണ് ടൈപ്പ് ഡെഫ് എസിസ്റ്റിംഗ് സിസ്റ്റം, എസിസ്റ്റിംഗ് ടൈപ്പ് സ്പേസ് ഐഡന്റിഫയർ സെമിക്കോളൻ. ഈ ഐഡന്റിഫയർ ആണ് പുതിയ നെയിം. അപ്പൊ എക്സാമ്പിൾ നോക്കിക്കോ. ടൈപ്പ് ഡെഫ് ഇന്റ് യൂണിറ്റ്. ഇന്റ് ബേസിക് ആയിട്ടുള്ള ഇൻഡിജർ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഡാറ്റ ടൈപ്പാണ് ഇന്റ്. അതിന് പുതിയ പേര് കൊടുക്കും യൂണിറ്റ്. ഇനി മുതൽ ഇന്റ് എ ബി എന്ന് പറയാൻ യൂണിറ്റ് എ ബി എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ടൈപ്പ് ഡെഫിന്റെ സിൻടാക്സ്, ടൈപ്പ് ഡെഫിന്റെ യൂസേജ്. ഇനി അതിൽ കുറച്ച് മെയിൻ പോയിന്റ്സ്, എവിടെയാണ് ഇത് യൂസ് ചെയ്യുക. ഇപ്പൊ ഇന്റിന് ഇപ്പൊ പേര് മാറ്റിയിട്ട് അതിനേക്കാളും വലിയ ലെങ്ത് ഉള്ള ഒരു ഇതാണ് യൂണിറ്റ് അല്ലെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരുപാട് ലെങ്ത് ഉള്ള എന്താണ് ഡാറ്റ ടൈപ്സുകൾ വരും. അങ്ങനെയുള്ള കേസിൽ അതിനൊന്ന് ഷോർട്ടൻ ചെയ്യാനൊക്കെ നമ്മൾ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യും. The existing data type may belongs to any class of data type including user defined ones. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ബേസിക് ആവാം, യൂസർ ഡിഫൈൻ ചെയ്ത മറ്റേതെങ്കിലും ടൈപ്പ് ആവാം. അവരെയൊക്കെ പേര് മാറ്റാനാണ് ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുക. Remember that identifier in above syntax is only the new name for the existing data type, that is, they are not data types. യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ് അല്ല, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു നെയിം മാത്രമാണ്. ഓക്കെ, the main advantage of data type is that we can create a meaningful data type name for increasing readability of the program. പിന്നെ നമുക്ക് എന്താണ് റീഡബിലിറ്റി, അതായത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള പേരുകൾ പകരം കൊടുക്കാനാണ് ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുക. ആൻഡ് ഫോർ സംടൈംസ് ടു ഷോർട്ടൻ ദ ലെങ്തി യൂസർ ഡിഫൈൻഡ് ഡാറ്റ നെയിംസ്. ചില സമയത്ത് ഒരു വലിയ സൈസ് യൂസർ ഡിഫൈൻഡ് നെയിംസ് വരാം, അതിനെ ഷോർട്ടൻ ചെയ്യാനും നമ്മൾ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്യുക. അപ്പൊ 2 യൂസേജ് ആണ്, ഒന്ന് ഷോർട്ടൻ ചെയ്യുക, ഒന്ന് മീനിങ് ഫുൾ ആക്കുക. ഓക്കെ, so that's about the type def syntax. Once again, type def space existing data type space new name semicolon.
So the second user defined data type ആണ് enum. Typedef and enum are the user defined data types. അതേസമയം ഡിറൈവ്ഡിലുള്ളവരൊക്കെ ഇവിടെ തന്നെ വരും, കാരണം അത് യൂസർ ആണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള മീനിങ്ങിൽ. ഇല്ലെങ്കിൽ ഈ രണ്ടാൾക്കാരെയാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിൽ ഇവിടെ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. അത് ഈ ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാ എന്ന് പിക്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ എന്യൂമും ടൈപ്പ് ഡെഫ് ഒന്നും ഉണ്ടാവില്ല, പകരം അരേ അതൊക്കെയാണ്. അപ്പൊ അതും യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആൾറെഡി ഉള്ളതല്ല. യൂസർ പറയാണ് 10 ഇന്റിജേഴ്സ് കൂടിയതാണ് ഒരു ഇന്റിജർ അരേ എന്ന് യൂസർ പറയുമ്പോഴാണ് അത് അരയാവുന്നത്. ഓക്കെ, അതുകൊണ്ട് അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഇല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡിന്റെ ക്ലാസിഫിക്കേഷനിൽ ടൈപ്പ് ഡെഫും എന്യൂമും വരത്തുള്ളൂ. ഇനി എന്യൂം ഇസ് എ സ്പെഷ്യൽ എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ എന്യൂമറേഷൻ കോൺസ്റ്റന്റുകളുടെ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു കീവേഡ് ആണ് എന്യൂം. എന്യൂം സ്മാൾ ലെറ്ററിൽ എഴുതണം. കീവേഡ് ആയിട്ട് എന്യൂം എന്താണ്, സ്മാൾ ലെറ്റർ ആണ്. അതിന്റെ സിൻടാക്സ്, 2 സിൻടാക്സുകൾ ഉണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഉണ്ടാക്കണം. അടുത്തത്, ആ ഉണ്ടാക്കിയ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ആരെങ്കിലും ഡിക്ലെയർ ചെയ്യണം, എന്ന് പറഞ്ഞാൽ ഇൻഫോം ചെയ്യണം, ഇത് ഇന്ന ടൈപ്പിലുള്ള ആളുടെ വാരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യത്തിനും എന്യൂമിന്റെ അകത്ത് എന്തുണ്ട്, സിൻടാക്സുകൾ ഉണ്ട്. അപ്പൊ ആദ്യം എന്യൂം ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്യൂമ് സാധാരണഗതിയിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വാരിയബിളിനെ ഉണ്ടാക്കുന്ന കേസാണ്. ഞാൻ പറഞ്ഞിരുന്നു മെരിറ്റൽ സ്റ്റാറ്റസ്, ഒന്നെങ്കിൽ മാരീഡ് അല്ലെങ്കിൽ അൺമാരീഡ്, അങ്ങനെയുള്ള വിഡോ, അങ്ങനെയുള്ള കേസുകൾ അല്ലെ. അപ്പൊ അതേ വരത്തുള്ളൂ, അല്ലാതെ വേറെ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്ത വാല്യൂസ് അല്ലാത്ത പുറമേ നിന്നുള്ള വാല്യൂസ്, അല്ലെങ്കിൽ ഇപ്പൊ ജെൻഡർ, ഓക്കെ, ആ ജെൻഡറിന് ഒരു സ്പെസിഫിക് വാല്യൂസ് ഉണ്ടാവും, അതിലുള്ള ഏതെങ്കിലും വരുള്ളൂ. അത് ആ റേഞ്ചിനെ ഡിഫൈൻ ചെയ്യലാണ് എന്ത്, എന്യൂമറേഷൻ ഡെഫിനിഷൻ. അപ്പൊ എന്യൂം എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വാരിയബിൾ നെയിം, ഇപ്പൊ ജെൻഡർ ആണെങ്കിൽ ജെൻഡർ, അങ്ങനെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണെങ്കിൽ അതായിരിക്കും അവിടെ വാരിയബിൾ നെയിം വരിക. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇടുക, അതായത് എന്യൂം സ്പേസ് വാരിയബിൾ നെയിം സ്പേസ് പിന്നെ കേളി ബ്രേസിൽ ആ ഒരു കൂട്ടം വാല്യൂസ്, അതായത് ഇയാൾ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉള്ള വാല്യൂസ്. ഇപ്പോ റിസൾട്ട്, പാസ് ഓർ ഫെയിൽ, ഈ 2 വാല്യൂസ് അവർക്ക് വരുള്ളൂ, സെമിക്കോളൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഡെഫിനിഷൻ. ഇനി എന്നിട്ട് ആ ഒരു കുട്ടിയുടെ എന്താണ് റിസൾട്ട് എന്താണ്, ഈ 2 വാല്യൂസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസൾട്ട്, ആ കുട്ടിയുടെ റിസൾട്ടിന് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതാണ് അടുത്തത്. എന്യൂ ആ റിസൾട്ട് വാരിയബിൾ 1, വാരിയബിൾ 2, സ്റ്റുഡന്റ് 1ന്റെ സ്റ്റുഡന്റ് 2ന്റെ, അങ്ങനെ സെമിക്കോൺ. ഈ 2 കാര്യങ്ങളാണ് എന്യൂമില്. അപ്പൊ എന്യൂ ഫോർ എന്യൂമറേഷൻ ആണ്. റേഞ്ച് ഓഫ് വാല്യൂസിന് സിംഗിൾ നെയിം കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ക്രിയേഷൻ ആണ്. യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് വീണ്ടും യൂസർ ഡിഫൈൻഡ് എന്താണ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് എന്യൂ. സ്മാൾ ലെറ്റർ ആണ് കീവേഡ്. ടൈപ്പ് ഡെഫും സ്മാൾ ലെറ്റർ ആണ്, സ്പേസ് ഒന്നുമില്ല, ഒറ്റ വേർഡുകളാണ്. എന്യൂ വാരിയബിൾ നെയിം കേളി ബ്രേസിൽ റേഞ്ച് ഓഫ് വാല്യൂസ് സെമിക്കോളൻ. ഡിക്ലറേഷൻ എങ്ങനെയാണ്, എന്യൂ വാരിയബിൾ നെയിം, അതായത് എന്യൂം കോൺസ്റ്റന്റ്, then enumeration variables. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്യൂം ഡേ. എന്യൂം ഡേ എന്ന് പറഞ്ഞാല് എന്താണ്, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ സൺഡേ വരെ. ഇനി വേറെ ഡേ ഇല്ലല്ലോ, വീക്ക് ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീക്ക് ഡേ 7 കോൺസ്റ്റന്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കേളി ബ്രേസിൽ ഇട്ടിട്ട് സെമിക്കോളൻ ഇടും. ഓക്കെ, ഇനി ഡബിൾ കോഡ്സും കൂടെ യൂസ് ചെയ്യാട്ടോ, ഈ മൺഡേ ട്യൂസ്ഡേക്ക് വിട്ടുപോയതാണ്. ഇനി എന്യൂം ഡേ വീക്ക് സ്റ്റാർട്ട് വീക്കെൻഡ്. അപ്പോൾ ചിലപ്പോൾ ചില കലണ്ടർ സാറ്റർഡേ വെച്ച് തുടങ്ങും, ചിലത് മൺഡേ വെച്ച് തുടങ്ങും. അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതാണ് എപ്പോൾ വീക്ക് സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ വീക്ക് എൻഡ് ചെയ്യും.
ഓക്കെ, അപ്പൊ അത് ഏത് ടൈപ്പാണ്? ഈ വീക്ക് എസ് ടിയും വീക്ക് എൻഡും എന്തൊക്കെ വാല്യൂസ് ആണ് എടുക്കുക? മൺഡേ ടു സൺഡേ ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ഇവർക്ക് അസൈൻ ചെയ്യുക. അതേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവരുടെ ഡാറ്റ ടൈപ്പ് ഏതാണ്? ഡേ ആണ്. അതായത് എന്യൂം ഡേ ആണ് വീക്ക് എസ് ടിയുടെയും വീക്ക് എൻഡിന്റെയും ഡാറ്റ ടൈപ്പ്. അപ്പൊ എന്യൂം ഡേ പറഞ്ഞ വാല്യൂസേ ഈ പറഞ്ഞ വാരിയബിൾസിന് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടുഡേ എന്ന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം മൺഡേ ടു സൺഡേ മാത്രമേ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വീക്ക് എസ് ടി മൺഡേ അസൈൻ ചെയ്തു, വീക്കെൻഡ് ഫ്രൈഡേ അസൈൻ. അപ്പോ വീക്ക് സ്റ്റാർട്ട് ട്യൂസ്ഡേ ആണെങ്കിൽ വീക്കെൻഡ് എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. അതായത് മൺഡേ ഫ്രൈഡേ ആയതുകൊണ്ട് സ്റ്റാർട്ട് ട്യൂസ്ഡേ ആണെങ്കിൽ എൻഡ് സാറ്റർഡേയിലേക്ക് വരും. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെഫിനിഷനും ഉണ്ട്, ഡിക്ലറേഷനും ഉണ്ട്. അപ്പൊ നോക്കുക, എന്യൂം ഐഡന്റിഫയർ, ഇവിടെയും എന്യൂം ഐഡന്റിഫയർ വരും. ഇവിടെ റേഞ്ച് ഓഫ് വാല്യൂസ്, ഇവിടെ വാരിയബിൾസ്. ആ ഓരോ വാരിയബിളും ഈ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് അസൈൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ. എന്യൂമറേഷൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് which is used to declare or define range of constant values for a special data type. Okay, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇൻ ദ എബോവ് സിൻടാക്സ് വെർ ഐഡന്റിഫയർ ഇറ്റ് ഈസ് ദ യൂസർ ഡിഫൈൻഡ് എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. അപ്പൊ ഐഡന്റിഫയർ എന്ന് പറയുന്ന സാധനത്തിന്റെ പേരാണ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്. ആ എന്യൂം ഡാറ്റ ടൈപ്പ് ആണ് എന്ത്? എന്യൂം ഐഡന്റിഫയർ, which can be used to declare variables that can have one of the values enclosed within the braces. ആ ബ്രേസുകളിലുള്ള വാല്യൂസിനെ, വാല്യൂ 1 വാല്യൂ 2, അതിനെ പറയുന്ന പേരാണ് എന്യൂമറേഷൻ കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി വാരിയബിൾസ് ഉണ്ടല്ലോ, ന്യൂ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത വാരിയബിൾസ് ആണ് വീക്ക് എസ് ടി ആൻഡ് വീക്ക് അണ്ടർസ്കോർ എൻഡ്. ഈ രണ്ട് ഇവരെയും പറയുന്ന പേരാണ് എന്യൂമറേഷൻ വാരിയബിൾസ്. അപ്പൊ ഒന്നും കൂടെ നോക്കുക, ഇത് എന്യൂമറേഷൻ കോൺസ്റ്റൻസ്, ഇതാണ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്. ഇത് രണ്ടുമാണ് എന്യൂമറേഷൻ വാരിയബിൾസ്. എന്യൂം വാരിയബിൾ, എന്യൂം കോൺസ്റ്റൻസ്, എന്യൂം ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി അതായത് ഐഡന്റിഫയർ ഇവിടെ ഏതാണ്? ഡേ ആണ്. അതാണ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്. എന്യൂമറേഷൻ കോൺസ്റ്റൻസ് മൺഡേ ടു സൺഡേ 7 items. Enumeration variables in the above example week underscore st and week underscore end. ഇനി അടുത്ത പോയിന്റ് ആണ്, എവരി എന്യൂമറേഷൻ കോൺസ്റ്റന്റ് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇന്റിജർ വാല്യൂ. അപ്പൊ ഏതൊരു കോൺസ്റ്റന്റിനും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇന്റിജർ വാല്യൂ ഉണ്ടായിരിക്കും. പുറമേക്ക് അവര് പാസ്ഡ് അല്ലെങ്കിൽ ഫെയില് അല്ലെങ്കിൽ മാരീഡ് അൺമാരീഡ് ഇങ്ങനെയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ അവർക്കൊരു വാല്യൂ. ഓക്കെ, ഒന്നെങ്കിൽ ആ വാല്യൂ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റന്റ് പേര് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇഫ് വി ആർ നോട്ട് എക്സ്പ്ലിസിറ്റ്ലി അസൈൻ ഇന്റിജർ വാല്യൂസ് ടു എന്യൂമറേഷൻ കോൺസ്റ്റന്റ്സ്, അതായത് എന്യൂമറേഷൻ കോൺസ്റ്റന്റുകളാണ് സൺഡേ ടു മൺഡേ എന്നുള്ള ആ ദിവസങ്ങൾ, അതാണല്ലോ എന്യൂമറേഷൻ കോൺസ്റ്റന്റ്. അവർക്കൊരു ജനറൽ നെയിം കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഈ ഡേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്ത രണ്ട് വാരിയബിൾസ് ആണ് വീക്ക് സ്റ്റാർട്ട് ആൻഡ് വീക്ക് എൻഡ്. അതാണ് എന്യൂമറേഷൻ വാരിയബിൾസ്. ഈ വാരിയബിൾസിന് ഈ എന്യൂമറേഷൻ കോൺസ്റ്റൻസിലെ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ സാഹചര്യത്തില് ഈ സൺഡേക്ക് 0 അല്ലെങ്കിൽ മൺഡേക്ക് 0, അങ്ങനെ 0 വെച്ചാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്റിജർ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് വെച്ചിട്ടുള്ള ഇന്റിജേഴ്സ് ആയിരിക്കും ഉണ്ടാവുക.
ഇപ്പൊ ഇവിടെ പാസ്ഡ്, ഫെയിൽഡ്, പെൻഡിങ്, റിസൾട്ട് 3 ഓപ്ഷൻസ് ആണ്. അപ്പൊ പാസ്ഡിന് 0 വരും, ഫെയിൽഡിന് 1 വരും, പെൻഡിങ്ങിന് 2 വരും. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇന്റിജർ വാല്യൂസ്. അത് നമ്മൾ കൊടുത്തിട്ടില്ല, കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണ്. എന്യൂമറേഷൻ കോൺസ്റ്റന്റുകൾക്ക് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണ് ഈ വാല്യൂസ്. ഇനി ഒരാൾക്ക് നമ്മൾ കൊടുത്തു, അപ്പോ നമ്മൾ ഒരാൾക്ക് എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തു. എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കൊടുക്കുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി പുറമേ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് കൊടുത്താൽ മറ്റേ ആളുകൾക്ക് എന്താവും? കമ്പൈലർ അസൈൻ ചെയ്യും. അപ്പോൾ പാസ്ഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫെയിൽഡ് 2, പെയിന്റിങ് 3, ആബ്സെന്റ് 4 ആണ് കേട്ടോ. ഇവിടെ 3 തന്നെ വന്നിട്ടുണ്ട്, ഇത് എററാണ്, മിസ്റ്റേക്ക്, 4 ആണ്. പിന്നെ അപ്പൊ എന്താണ് അങ്ങനെ വാല്യൂസ് ഈ മൂന്ന് പേർക്കും എന്താണ് കമ്പൈലർ ആണ് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മള് എല്ലാവർക്കും ഓരോ നമ്പർ അസൈൻ ചെയ്യുക. അതായത് നമുക്ക് 0, 1 അങ്ങനെയൊന്നല്ല വേണ്ടത്, 11, 1, 1, 0, 0 ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും എന്താണ് ഈക്വൽ സൈൻ വെച്ചിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. ഒരാൾക്ക് ചെയ്താൽ മറ്റേത് ആ ഒരു ഫ്ലോ വെച്ചിട്ട് ആര് ചെയ്യും? കമ്പൈലർ ചെയ്യും. ഇനി ആർക്കും ഒന്നും കൊടുത്തില്ലെങ്കിൽ കമ്പൈലർ മൊത്തം 0 മുതൽ ഓരോ വാല്യൂസ് അസൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ.